ഫുഡ് നമ്മൾ ജീവിക്കണ തന്നെ ഫുഡ് കഴിക്കാനാണ്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് ഞാൻ. അതേ മൈൻഡ് സെറ്റ് ഉള്ള കുറച്ച് ആൾക്കാരാണ് എന്റെ ചുറ്റിലുള്ളത്. പിന്നെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് എനിക്ക് പറയുവാൻ. കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യാനുള്ള ആടിനെ വരെ ഇറക്കിയിരുന്നു. ഇതിന്റെ ഉള്ളിൽ കാണാൻ തന്നെ കുറെ സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് ബുക്ക് ചെയ്തിട്ട് ഞാൻ ഇതൊക്കെ കാണാനൊന്നും ഇറങ്ങി. സംഭവം കൊള്ളാം, നല്ല വൈബിളുള്ള സ്ഥലം. ബാത്റൂം വരെ ഡെക്കറേറ്റ് ചെയ്ത് ചോണം. ഞാനും അമ്മനും മോനും കൂടെ ഫുഡ് കഴിക്കാൻ പോയത്. അമ്മന്റെ വീട്ടിലെത്തി ഞങ്ങൾ ഇടയ്ക്കിടക്കൊന്ന് പുറത്തേക്ക് കഴിക്കും. അതൊരു ശീലമാണ്. പിന്നെ ഓല എവിടെയും കൊണ്ടുപോയിടാൻ പറ്റും. കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഓല ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകളൊക്കെ എത്തി. ഓർഡർ ചെയ്തപ്പോൾ ഇത്രയൊന്നും ഫുഡില്ലായിരുന്നു. പിന്നെ വന്നപ്പോൾ കുറേ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച് തിന്നാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ നിസ്സാരം. ഞാൻ തന്നെ ഒരു ബ്രോസ്റ്റ് പീസ് വന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ തന്നെ ചാടി കയറി 2 ലെഗ് പീസ് എടുക്കേണ്ടത് തോന്നുന്നു ഈവൻ തിന്നേക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ എടുത്ത് തുടങ്ങിക്കും. പരീക്ഷ തോറ്റാലും തിന്നുന്ന കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റും. ഇത്രയൊക്കെ ഫുഡ് അയച്ചാൽ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അമ്മക്കും ഇക്കാക്കാൻ്റെ അമ്മക്കും ഞാൻ ഫുഡ് അയക്കൂല എന്നുള്ള പരാതി എന്നും കേൾക്കാം. പിന്നെ ഓല പറഞ്ഞിട്ട് കാര്യമില്ല, ഒരാളെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നി എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഞാൻ കഴിക്കും. ഞങ്ങൾ എങ്ങനെയൊക്കെ തിന്ന് നോക്കിയിട്ടും ഇത്രയും ഫുഡ് ബാലൻസ് കുഴപ്പമില്ല. പാർസൽ ഓപ്ഷൻ ഉണ്ടല്ലോ. തിന്ന ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റും കഴിച്ചു. ബാക്കിയുള്ള ഫുഡ് പാർസൽ എടുത്തിട്ട് നമ്മൾ നേരെ വിട്ടു. വീട്ടിൽ പോകുന്ന ഡെയിലി ATM കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ അവിടെ ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.